നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മൾ ഈ കാണുന്ന കരിങ്കൽ വർക്ക് തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുടയ്ക്കടുത്ത് കാട്ടൂർ പഞ്ചായത്ത്. അവിടെ 18 സെൻറ്റ് സ്ഥലത്തിൽ 53 മീറ്റർ നീളത്തിലുള്ള ഒരു ഭൂമിയുടെ അതിരിൽ കരിങ്കല്ല് കിട്ടുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. ഈ ഭൂമി റോഡ് നിരപ്പിൽ നിന്നും 4 അടി താഴ്ചയിലാണ്. ഈ ഭൂമിയുടെ സൈഡിൽ 3 മീറ്റർ വീതിയിൽ പഞ്ചായത്തിൻ്റെ തോട് പോകുന്നുണ്ട്. മഴക്കാലമായാൽ ഇവിടെ വെള്ളം നിറഞ്ഞ് ഈ പ്രദേശം കാണുന്നതല്ല. ഇതൊരു വ്യക്തി വാങ്ങിയ സ്ഥലമാണ് 18 സെൻറ്റ്. ഇതിൻ്റെ സൈഡ് കരിങ്കല്ല് കൊണ്ട് കെട്ടി മണ്ണ് അടിക്കാനുള്ള ഇതിനു വേണ്ടിയാണ് ഈ ഭൂമിയിൽ കരിങ്കല്ല് കെട്ടുന്നത്. ഇത്രയും താഴ്ചയുള്ള ഭൂമിയിൽ നമ്മൾ കരിങ്കല്ല് കെട്ടുമ്പോൾ സുഹൃത്തുക്കളെ, ഇത് എത്ര താഴ്ചയുണ്ടോ അതിനെ ഒരളവിലേക്ക് കൊണ്ടുവന്ന് അതിന് വേണ്ടതായ വീതി നോക്കിയിട്ട് വേണം നമ്മളത് കെട്ടാൻ. ഇല്ലെങ്കിൽ ഇതിൽ മഴക്കാലമാകുമ്പോൾ ഈ മണ്ണ് വെള്ളം ഒരുപാട് കുടിക്കുകയും അതിൽ പ്രഷർ വരികയും ഈ കരിങ്കല്ല് കെട്ട് ഈ കാണുന്ന തോട്ടിലേക്ക് തള്ളിപ്പോവുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ പറമ്പിൽ വാഹനങ്ങൾ വരുമ്പോൾ അതിൻ്റെ പ്രഷർ, അതിൻ്റെ ഭൂമിയിലേക്ക് വാഹനങ്ങൾ ഓടുമ്പോൾ ആ പ്രഷറും ഈ കരിങ്കല്ലിൻ്റെ സൈഡിൽ വന്ന് പതിക്കുമ്പോൾ ഈ കെട്ട് നിലനിൽക്കില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വീതി കുറച്ച് കെട്ടരുത്. ഈ കരിങ്കൽ കെട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് 2.5 അടി വീതിയും 2.5 അടി ഹൈറ്റുമാണ്. ഇതിൻ്റെ താഴത്തെ ഭാഗം, അതായത് ഫൗണ്ടേഷൻ, നമ്മൾ 4 അടി വീതിയും 4 അടി താഴ്ചയുമാണ് ആദ്യം ചെയ്തിരിക്കുന്നത്. അതിന് മേലെ 6 ഇഞ്ച് ബെൽറ്റ് നമ്മൾ കൊടുത്തു. ഇനി ഈ കാണുന്ന കെട്ടിൻ്റെ മേലെ 10 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ 75 സെൻറ്റിമീറ്റർ വീതിയിൽ നമ്മൾ അടുത്തൊരു ബെൽറ്റ് കൂടി കൊടുക്കുന്നതാണ്. അത് കഴിഞ്ഞ് ഇതിൻ്റെ ലാസ്റ്റ് ഉയരം, വാട്ടർ ലെവൽ 1 അടി ഉയരത്തിൽ ഫൈനൽ ഒരു കരിങ്കൽ കെട്ടും 50 സെൻറ്റിമീറ്റർ വീതിയിലും അതിന് മേലെ 10 സെൻറ്റിമീറ്റർ ബെൽറ്റും വരുന്നതാണ്. അപ്പോൾ ഇത് റോഡ് നിരപ്പിൽ നിന്ന് 4 അടി താഴ്ചയിലാണ് ഈ ഭൂമി നിൽക്കുന്നത്. ഇതിൻ്റെ സൈഡിൽ കാണുന്ന ഓരോ ഗ്യാപ്പുകളിലെല്ലാം നമ്മൾ ഓരോ പില്ലർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കാണുന്നത്, സൈഡിൽ കാണുന്നത് ഒരു കുളമാണ്. ആ കുളത്തിൽ നിന്ന് ഈ തോട് മാർഗം പുഴയിലേക്ക് വെള്ളം പോകുന്നതാണ് ഇവിടെ. അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ നമ്മൾ കെട്ടുമ്പോൾ വളരെ ശ്രദ്ധിച്ച് അതിന് വേണ്ടതായ ഫൗണ്ടേഷനും സൈഡിന് എത്രത്തോളം മണ്ണ് ഇടുന്നുണ്ടോ, ഉയരം വരുന്നുണ്ടോ, ആ ഉയരത്തിനെ എത്രത്തോളം രീതിയിൽ കെട്ടണമെന്നും നല്ലപോലെ ആലോചിച്ച് കണക്ക് കൂട്ടിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ഈ കെട്ടിന് ഇപ്പോൾ ഇത്രയും ഈ കരിങ്കല്ല് കെട്ടാൻ